Good morning, dears. Welcome back to GST lectures. Our today's topic is TDS and TCS under GST. Tax deducted at source as well as tax collected at source under GST. Dears, these are applicable with effect from October 1st, 2018. TDS and TCS നിലവിൽ വരുന്നത് ഒക്ടോബർ 1st 2018. സെക്ഷൻ 51 ഓഫ് CGST ആക്ട് റിലേറ്റഡ് വിത്ത് TDS, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് പ്രകാരം സെക്ഷൻ 51ലാണ് TDSനെ കുറിച്ച് പറയുന്നത്. അതേപോലെ CGST ആക്ട് സെക്ഷൻ 52ലാണ് TCSനെ കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ചെക്ക് some details regarding TDS. TDS is applicable to recipient of goods and services. Recipient of goods and services. Government department, local authority, government agencies, other notified institutions are to be deducted tax at source when value of supply exceeds rupees 2.5 lakhs. When value of supply exceeds rupees 2.5 lakh, അപ്പോഴാണ് TDS ആപ്ലിക്കബിൾ ആവുന്നത്. ഇനി റേറ്റ് ഓഫ് TDS നോക്കുകയാണെങ്കിലോ 2% ആണ്. 2% ഓഫ് വാല്യൂ ഓഫ് സപ്ലൈ. 2% ഓഫ് വാല്യൂ ഓഫ് സപ്ലൈ, അതായത് 1% CGST പ്ലസ് 1% SGST. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് 1% പ്ലസ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് 1%. അങ്ങനെയാണ് 2% IGST ചാർജ് ചെയ്യുന്നത്. അപ്പോൾ TDS റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ 2% ഓഫ് വാല്യൂ ഓഫ് സപ്ലൈ ആണ്. ആ 2% IGST ആണ്. ഓക്കെ, അതിൽ 1% CGSTയും 1% SGSTയും ആണ്. ഓക്കെ, ടൈം ഓഫ് ഡിഡക്ഷൻ പേയ്മെൻറ്റ് മെയ്ഡ് ടു ദ സപ്ലയർ ആണ്. സപ്ലയർക്ക് പേയ്മെൻറ്റ് നടത്തുന്ന സമയത്താണ് അതിൻ്റെ ടൈം ഓഫ് ഡിഡക്ഷൻ വരുന്നത്. അപ്പോഴാണ് TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നത് വെൻ പേയ്മെൻറ്റ് മെയ്ഡ് ടു ദ സപ്ലയർ ആണ്. ഓക്കെ, TDSനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. ദെൻ വാട്ട് അബൌട്ട് TCS, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു e-commerce ഓപ്പറേറ്റേഴ്സ്. Nowadays, you know, lot of transactions are there. Lot of e-commerce operations are taking place. E-commerce operators ധാരാളമുള്ള ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. എസ്പെഷ്യലി ഇങ്ങനെയുള്ള ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിൽ e-commerce operators ധാരാളമുണ്ട്. ബോത്ത് സർവീസസ് ആൻഡ് ഗുഡ്സ് പ്രൊവൈഡേഴ്സ്. TCSൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1%. TDS നമ്മൾ പറഞ്ഞു 2% ആയിരുന്നു. എന്നാൽ TCSൻ്റെ റേറ്റ് 1% ആണ്. അതായത് 0.5% CGST പ്ലസ് 0.5% SGST. ഓക്കെ, ഇവിടെ ഇൻ കേസ് ഓഫ് TCS നെറ്റ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈസ് മന്ത്ലിയാണ്. നെറ്റ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈസിൻ്റെ 1% മന്ത്ലി കളക്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ആ പേയ്മെൻറ്റ് നടത്തേണ്ടത് എപ്പോഴാണ്? വിത്തിൻ 10 days ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ മന്ത് ഇൻ വിച്ച് ദ ടാക്സ് ഈസ് കളക്റ്റഡ്. ഇപ്പോൾ ജൂൺ മാസത്തെ TCS ആണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ ജൂലൈ 10 മുമ്പേ, ഓൺ ഓർ ബിഫോർ, വിത്തിൻ 10 days ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ മന്ത് ഇൻ വിച്ച് ദ ടാക്സ് ഈസ് കളക്റ്റഡ് എന്നാണ് റൂള്. പേയ്മെൻറ്റ് നടത്തിയിരിക്കണം കളക്ട് ചെയ്യുന്ന ആൾ. ഓക്കെ, റൈറ്റ്. ദെൻ
TCS ആയി ബന്ധപ്പെട്ട ഫോമാണ് GST REG 07. GST REG 07. ഇത്തരം കാര്യങ്ങൾ ഓർമ്മിക്കുക. കാരണം വൺ വേർഡ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ച് കാണാറുണ്ട് ഫോമിനെ കുറിച്ചൊക്കെ. TCSനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് CGST ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 24 സബ്സെക്ഷൻ 9. നമ്മൾ നേരത്തെ സെക്ഷൻ 52 പറഞ്ഞിരുന്നു. CGST ആക്ടിലെ സെക്ഷൻ 52 ആണെന്ന് പറഞ്ഞിരുന്നു. എങ്കിലും സെക്ഷൻ 24(9) പ്രകാരവും TCSനെ കുറിച്ച് CGST ആക്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി TCS സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോം എന്താണ്? TCS സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോമാണ് ഫോം GSTR 8 എന്നാണ് പറയാം. TCS സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോമാണ് GSTR 8. ഓക്കെ, ഒരു ടേം ഓർമ്മിക്കുക, ഇലക്ട്രോണിക് ടാക്സ് ലാബിലിറ്റി രജിസ്റ്റർ. റിട്ടേൺ ലാബിലിറ്റിയുമായി ബന്ധപ്പെട്ട ടാക്സ് പേയേഴ്സിൻ്റെ ലാബിലിറ്റി കാണിക്കുന്ന രജിസ്റ്ററാണ് ഇലക്ട്രോണിക് ടാക്സ് ലാബിലിറ്റി രജിസ്റ്റർ. ഇതിൽ 2 പാർട്ടുകളുണ്ട്. പാർട്ട് 1-ൽ റിട്ടേൺ ലാബിലിറ്റീസാണ് കാണിക്കുന്നത്. ഡയറക്റ്റ്ലി റിട്ടേണുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ, റിട്ടേൺ റിലേറ്റഡ് ലാബിലിറ്റീസ്. എന്നാൽ പാർട്ട് 2-ൽ വരുന്നത് അതർ ദാൻ റിട്ടേൺ റിലേറ്റഡ് ലാബിലിറ്റീസാണ്. അതായത് പെനാൽറ്റി, ഫൈനൊക്കെ പോലെയുള്ള റിട്ടേൺ അൺറിലേറ്റഡ് ആയിട്ടുള്ള ലാബിലിറ്റീസ്. ടാക്സ് പെയറുടെ ലാബിലിറ്റീസ് തന്നെ അതർ ദാൻ റിട്ടേൺ റിലേറ്റഡ് ലാബിലിറ്റീസാണ് പാർട്ട് 2-ൽ വരുന്നത്. ഈയൊരു രജിസ്റ്ററുമായി ബന്ധപ്പെട്ട ഫോമാണ് GST PMT 01. GST PMT 01 ഓർമ്മിക്കുക. ഓക്കെ, ഇനി ഒരു ഫോം കൂടെ പരിചയപ്പെടുത്താം. ഫോം GST PMT 06. നമ്മൾ പറഞ്ഞു GST PMT 01 ഇലക്ട്രോണിക്സ് ടാക്സ് ലാബിലിറ്റി രജിസ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ അത് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫോം കൂടെ പറയാം, GST PMT 06. അത് ടാക്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ടാക്സ് പെയർ ടാക്സ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഫോമാണ് GST PMT 06. ഓക്കെ, വൺ വേർഡ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ഫോമുകളുടെ പേര് ഓർമ്മിക്കുക. ഇനി ഒരു കാര്യം ഇന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്താണെന്ന് നമ്മൾ കണ്ടു ഓരോന്നും. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്താണ്, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്താണ്, അതിൻ്റെ യൂസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഓക്കെ, എന്നാൽ ഒരു കാര്യം എക്സ്ട്രാ പറയാണ്. ഇതിൽ വരുന്ന ബാലൻസ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് ഇൻ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ ടാക്സ് പേയ്മെൻറ്റ്. ഓക്കെ, ക്രെഡിറ്റ് ഇൻ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ ടാക്സ് പേയ്മെൻറ്റ്. അതേപോലെ ബാലൻസ് ഇൻ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ക്യാൻ ബി യൂസ്ഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ഔട്ട്പുട്ട് ടാക്സ് പേയബിൾ ഓൺലി. യൂസ്ഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ഔട്ട്പുട്ട് ടാക്സ് പേയബിൾ എന്ന് പറഞ്ഞാൽ it cannot be utilized for payment of interest, penalty or late fees. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലെ ബാലൻസിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഔട്ട്പുട്ട് ടാക്സ് പേ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്നർത്ഥം. ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ലേറ്റ് ഫീ പോലെയുള്ള പേയ്മെൻറ്റുകൾ, ലാബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലെ ബാലൻസിനെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല എന്നർത്ഥം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാം. GST സ്ലോഗൻ മുമ്പ് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എക്സാമിന് ചോദിക്കാറുണ്ട് GST സ്ലോഗൻ. എന്താണ് GSTയുടെ സ്ലോഗൻ? 1 നാഷൻ 1 ടാക്സ് 1 മാർക്കറ്റ് എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. കാരണം അത് അതേപോലെ പഠിച്ചു വെക്കണം, ഓർഡർ തെറ്റാതെ. കാരണം വൺ വേർഡായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. 1 നാഷൻ 1 ടാക്സ് 1 മാർക്കറ്റ്, അങ്ങനെ വേണം പറയാൻ. 1 നാഷൻ 1 ടാക്സ് 1 മാർക്കറ്റ്. ഓക്കെ, ഇനി നമ്മൾ CGST ആക്ട്, IGST ആക്ട് എന്നൊക്കെ പറയുന്നില്ലേ, ഇതൊക്കെ നിലവിൽ വന്ന ഒരു ഡേറ്റ് ഓർമ്മിച്ച് വെക്കുക.
CGST ആക്ട്, IGST ആക്ട്, UTGST ആക്ട്, യൂണിയൻ ടെറിട്ടറി, അതേപോലെ കോമ്പൻസേഷൻ ആക്ട്, GST ആയി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. ഈ നിയമങ്ങളൊക്കെ തന്നെ നിലവിൽ വന്നത് 12 ഏപ്രിൽ 2017, 2017 ഏപ്രിൽ 12-നാണ് ഈ 4 നിയമങ്ങളും നിലവിൽ വരുന്നത്. ഓക്കെ, ഒരേ ഡേറ്റ് ആയതുകൊണ്ട് ഒന്നിച്ച് ഓർമ്മിപ്പിച്ചതാണ്. അതേപോലെ മറ്റൊരു ഡേറ്റ് കൂടെ നിങ്ങൾ ഓർമ്മിക്കണം, ജൂൺ 22, 2017. അതായത് CGST ആൻഡ് IGST റൂൾസ്, CGST ആൻഡ് IGST റൂൾസ് വരുന്ന ഡേറ്റാണ് ജൂൺ 22, 2017. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ മെയിനായിട്ട് നമ്മളിന്ന് പറഞ്ഞത് TDSനെ കുറിച്ചും TCSനെ കുറിച്ചുമാണ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നോട്ട്, പെന്ന് ഇത് മുന്നിൽ വെച്ചുകൊണ്ട് ആ ഒരു ലാഘവത്തോടു കൂടെ കേൾക്കുക. കേവലം ഒരു വീഡിയോ, ഒരു ഇൻഫർമേഷൻ അറിയുക എന്നുള്ളതിനപ്പുറത്ത് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുക. എക്സാമിന് വളരെ ഉപകരിക്കുന്ന ഒരു രീതി അതായിരിക്കും. പോയിൻ്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. ലെറ്റ് us see again with another topic in another video.